നംപൈയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നംപൈ എന്ന് വെച്ചാൽ എന്താണ്? ഒരു അറയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് ഒന്ന് ഓടിച്ച് പറയാം. നംപൈ അറേ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൊഡ്യൂളാണ്. അതിൽ മെയിനായിട്ട് ലീനിയർ ആൾജിബ്ര ആണ് ഉള്ളത്. മെട്രിക്സ് അല്ലെങ്കിൽ അറേ, മാത്തമാറ്റിക്സിലെ മെട്രിക്സിനെ നമ്മൾ ഈ നംപൈയിൽ അറേ എന്നാണ് പറയുക. അപ്പോൾ 2 ഡയമെൻഷണൽ അറേ ഒരു മെട്രിക്സിന് ഇക്വലന്റ് ആണ്. അപ്പോൾ നംപൈ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഈ നംപൈയുടെ തന്നെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന 3 ഇമേജസ് ആണ് ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്ന്, നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഡിസ്കവറീസിനൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇത് നംപൈ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഹോളിന്റെ ഒരു ഇമേജ്. ഇത് ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. അത് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടൂള് നംപൈ ആണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന വേവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ടൂളും, അതായത് ലിഗോയിലെ സയന്റിസ്റ്റ് ഉപയോഗിച്ച ടൂള്, അതിലൊന്ന് നംപൈ ആണ്. അതുപോലെ തന്നെ സ്പോർട്സിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഗെയിമിന്റെ റിസൾട്ട് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നംപൈ. നംപൈ ഉപയോഗിക്കാനുള്ള കാരണം, ഒരുവിധം എല്ലാത്തിനെയും നമുക്കൊരു മെട്രിക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അതായത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡേറ്റയും മെട്രിക്സ് ആണ്. പിന്നെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇമേജസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇമേജസ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ നമ്പേഴ്സ് ആയിട്ടാണ്. ഓരോ പിക്സലിനെ നമ്പേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതൊരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ സൗണ്ട്, ആൽഫബറ്റ്സ്, ക്യാരക്ടേഴ്സ്, ടെക്സ്റ്റ് എല്ലാത്തിനെയും നമുക്ക് മെട്രിക്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെട്രിക്സിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് അറിയാമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ഇന്നലെ നമ്മൾ ലിസ്റ്റും അറേയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അതായത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് ഇരിക്കുന്ന എല്ലാ ഡേറ്റയും നമുക്കൊരു മെട്രിക്സ് പോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാണ്. ഇതൊരു മെട്രിക്സ് ആണ്. IM എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഞാൻ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വലിപ്പമുള്ള ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിനെ ഞാൻ പ്ലോട്ട് ചെയ്യാണ്. ഈ മെട്രിക്സിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടും. അതായത് ഈ ഇമേജിന്റെ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ തൊട്ട് മുന്നേ കാണിച്ചത്. ഈ IM എന്നുള്ള ഇതൊരു മെട്രിക്സ് ആണ്. അതിനെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ആ മെട്രിക്സിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. മാറ്റ്പ്ലോട്ലിബ് ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യുന്നത്. അതെങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. ഈ നംപൈ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പഠിക്കുന്നത് മാറ്റ്പ്ലോട്ലിബ് ആണ്. അതിൽ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ ഇമേജസിനെയും നമുക്ക് മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനുള്ളിൽ സേവ് ചെയ്ത് വെക്കുന്നത് ഇമേജസിനെയും സൗണ്ടിനെയും ടെക്സ്റ്റിനെയും എല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് ഈ ഫോർമാറ്റിലാണ്, മെട്രിക്സ് ഫോർമാറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മെട്രിക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്ന എല്ലാം മെട്രിക്സ് ഫോർമാറ്റിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അതിന് ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. ഒരു ഇമേജിനെ എങ്ങനെ മെട്രിക്സ് ആയിട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത്, അതെങ്ങനെയാണ് മെട്രിക്സ് ഉപയോഗിച്ച് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതെന്നൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞത് അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അറേ ക്രിയേറ്റ് ചെയ്യാൻ പല രീതികളുണ്ട്. മെയിൻ ആയിട്ടുള്ള 3 രീതികളാണ്. ഒന്ന്, ഒരു ലിസ്റ്റിനെ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത്, അറേ. റൗണ്ട് ബ്രാക്കറ്റിൽ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിനെ ഒരു അറേ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് സേവ് ചെയ്യും. അതാണ് ആദ്യം കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം. 1 2 3 4 5 എന്നുള്ള ഒരു ലിസ്റ്റ് അറേ എന്ന ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്തു. അത് ARR എന്ന ഒരു വേരിയബിളിലേക്ക് അറേ ആക്കി സേവ് ചെയ്തു. അപ്പൊ ഇതിന്റെ ടൈപ്പ് പ്രിന്റ് ചെയ്തപ്പോൾ നംപൈയിലെ n ഡയമെൻഷണൽ അറേ എന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക്
ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫംഗ്ഷനാണ് എ റേഞ്ച്. നമ്മൾ ലിസ്റ്റിൽ ഉപയോഗിക്കുന്ന റേഞ്ചിന് സിമിലർ തന്നെയാണ് ഇവിടെ എ റേഞ്ച് എന്ന് പറയുമ്പോൾ അറേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റേഞ്ച്. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. റേഞ്ച് പോലെ തന്നെയാണ്. ഒരു നമ്പർ കൊടുത്താൽ 0 മുതൽ ആ നമ്പറിനും തൊട്ട് മുന്നേയുള്ള നമ്പർ വരെ വരും. അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച റേഞ്ച് ഫംഗ്ഷന് സിമിലർ തന്നെയാണ്. അതുപോലെ അറേ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ലിൻസ്പേസ്. ലിൻസ്പേസ് 3 നമ്പർ നമ്മൾ കൊടുക്കും അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ. അതിൽ ഫസ്റ്റ് നമ്പർ മുതൽ സെക്കൻഡ് നമ്പർ വരെ നമ്മൾ തേർഡ് എന്ത് നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിന് അത്രയും നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ np.linspace 2,3 num = 5 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 2 മുതൽ 3 വരെ 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. അതിൻ്റെ എല്ലാം ഡിഫറൻസ് സെയിം ആയിരിക്കും. കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടാവും. 2,3 num = 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 മുതൽ 3 വരെയുള്ള 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിരിക്കും. 0.25 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ കൊടുക്കുന്ന നമ്പർ ഇൻക്ലൂഡ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് n false എന്ന് കൊടുക്കാം. അപ്പോൾ 3 ഇൻക്ലൂഡഡ് ആവില്ല. അതിന് തൊട്ട് മുന്നേ ഉള്ള ഇതുവരെ ഒരു കോമൺ ഡിഫറൻസിൽ പ്രിന്റ് ആവും. നമുക്ക് ആ കോമൺ ഡിഫറൻസ് കൂടെ പ്രിന്റ് ചെയ്യണമെങ്കിൽ RET സ്റ്റെപ്പ് ഒന്ന് =true എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കോമൺ ഡിഫറൻസ് എത്രയാണെന്നും കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇവിടെ 0.25 ആണ്. പിന്നെ ഇന്നലെ പറഞ്ഞത് 1 ഡയമെൻഷണൽ അറേ എന്താണ്, 2 ഡയമെൻഷണൽ അറേ എന്താണ്, 3 ഡയമെൻഷണൽ അറേ എന്താണ് അത് പറഞ്ഞു. 1 ഡയമെൻഷണൽ അറേ ഒരു ലിസ്റ്റിന് സിമിലർ ആണ്. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ രണ്ട് ലിസ്റ്റ് താഴെ എഴുതുന്നത് തന്നെയാണ്. അതായത് ഒരു റോയെ ഒരു ലിസ്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 റോ താഴെ എഴുതുമ്പോൾ അതൊരു മെട്രിക്സ് പോലെ ആവും. അതിനെയാണ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുക. അല്ലെങ്കിൽ അതൊരു മെട്രിക്സ് ആണ്. പിന്നെ 3 ഡയമെൻഷണൽ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെട്രിക്സിനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ എഴുതുന്നതിനെയാണ് ടെൻസർ എന്ന് പറയുക. 2 മെട്രിക്സിനെ ബാക്ക് ടു ബാക്ക് എഴുതണമെങ്കിൽ അതിനെ എങ്ങനെ എഴുതണം? അപ്പോൾ 4 ലിസ്റ്റ് ഉണ്ടാവണം. 2 ലിസ്റ്റ് താഴെ എഴുതി കഴിഞ്ഞാൽ അതൊരു മെട്രിക്സ് ആവും. അങ്ങനെയുള്ള 2 മെട്രിക്സിനെ ബാക്ക് ടു ബാക്ക് എഴുതി കഴിഞ്ഞാൽ ടെൻസർ ആവും. പിന്നെ ഇന്നലെ പറഞ്ഞത് അറേ ഇൻഡെക്സിംഗ് ആണ്. ഇൻഡെക്സിംഗ് നമ്മൾ ലിസ്റ്റിന്റെ ഇൻഡെക്സിങ്ങിന് സെയിം ആണ്. 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ARR1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 പ്രിന്റ് ആവും. അതുപോലെ തന്നെ ഇത് 1 ഡയമെൻഷണൽ അറേയുടെ കേസ്. 2 ഡയമെൻഷണൽ അറേയുടെ കേസിൽ 2 ഇൻഡെക്സ് നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് ഇൻഡെക്സ് റോയെ ഡിനോട്ട് ചെയ്യുന്നു, സെക്കൻഡ് ഇൻഡെക്സ് കോളത്തിനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ARR1,2 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സെക്കൻഡ് റോയിലെ സെക്കൻഡ് ഇൻഡെക്സിലുള്ള നമ്പർ 8 എന്ന് കിട്ടും. അതുപോലെ തന്നെ അത് നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിച്ചും പ്രിന്റ് ചെയ്യും. അത് ഇൻഡെക്സിങ്. ലിസ്റ്റിലെ സ്ലൈസിങ് ഉള്ളതുപോലെ ഈ അറേയിലും സ്ലൈസിങ് ഉണ്ട്. സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലിസ്റ്റിലെ ഒരു കുറച്ച് എലമെന്റ്സ് മാത്രം നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിനാണ് സ്ലൈസിങ് എന്ന് പറയുക. അതും നമ്മൾ ലിസ്റ്റിൽ പഠിച്ചതിന് സെയിം ആണ്. 2:7 എന്ന് കൊടുത്താൽ 2 മുതൽ 7 തൊട്ട് മുന്നേ ഉള്ള എലമെന്റ് വരെ പ്രിന്റ് ചെയ്യും. ഇനി 2D കേസിൽ, 2 ഡയമെൻഷണൽ കേസിൽ മെട്രിക്സ് ആണ്. അപ്പോൾ 2 നമ്പേഴ്സ് കൊടുക്കണം. അതൊരു കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഇത് റോയാണ് ഡിനോട്ട് ചെയ്യുന്നത്, സെക്കൻഡ് കോളത്തിനെയാണ്. ഇവിടെ 1,1:4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാം? സെക്കൻഡ് റോയിലെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ 4th ഇൻഡെക്സിന് തൊട്ട് മുന്നേ 3rd ഇൻഡെക്സ് വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് റോ ഇതാണ്. ഇതില് ഫസ്റ്റ് ഇൻഡെക്സ് മുതൽ സെക്കൻഡ് 3rd ഇൻഡെക്സ് 7, 8, 9 എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, സ്ലൈസിങ് വർക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ പറഞ്ഞത് റീഷേപ്പ് ആണ്. റീഷേപ്പ് നമ്മൾ ഒരു മെട്രിക്സിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്.
ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരു റോ മാത്രമുള്ള ഒരു അറയാണെന്ന് വിചാരിക്കുക. അതായത് ഒരു റോ മാത്രമുള്ള ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിനെ നമുക്കൊരു വേറൊരു ഷേപ്പിലേക്ക് മാറ്റണം. അതായത് 2/3 ആക്കണം, അല്ലെങ്കിൽ 3/2 ആക്കണം എന്ന് വിചാരിക്കുക. അതിനാണ് റീഷേപ്പ് ഉപയോഗിക്കുക. ആണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 1 2 3 4 5 6 എന്നുള്ള ഒരു റോ മാത്രമുള്ള ഒരു മെട്രിക്സ് ആണിത്. ഇതിനെ ഒരു 3/2 മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. 3/2 എന്ന് പറയുമ്പോൾ 3 റോയെ ഡിനോട്ട് ചെയ്യുന്ന 2 കോളത്തിനെയാണ്. അപ്പൊ 3 റോയും 2 കോളവും ഉള്ള ഒരു മെട്രിക്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റീഷേപ്പ്. അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: np ഡോട്ട് റീഷേപ്പ്. np എന്ന് കൊടുക്കുന്നത് numpy എന്ന മൊഡ്യൂളിലെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് np ഡോട്ട് റീഷേപ്പ് എന്ന് കൊടുക്കുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ ഏത് മെട്രിക്സിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് ആദ്യം എഴുതണം. ഇവിടെ x എന്ന മെട്രിക്സിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. x എന്ന് എഴുതുന്നു, കോമ. ഇനി ഏത് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു. ഇവിടെ 3/2 ഫോമിലേക്കാണ്, അതായത് 3 റോയും 2 കോളവുമുള്ള ഫോർമാറ്റിലേക്കാണ് മാറ്റേണ്ടത്. അതിന്റെ പ്രോഗ്രാമാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഒരു അറേ ഡിഫൈൻ ചെയ്തു. 1 2 3 4 5 6 6 എലമെന്റ്സ് ഉള്ള ഒരു അറേ. അതൊരു 1 ഡയമെൻഷണൽ അറേ ആണ്. അതായത് ഒരു റോ മാത്രമുള്ള ഒരു അറേ ആണ്. അതിനെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത്. a1 ഈക്വൽ ടു np ഡോട്ട് റീഷേപ്പ്. ഏത് മെട്രിക്സിനാണോ റീഷേപ്പ് ചെയ്യേണ്ടത് അതിന്റെ പേര്. ഇവിടെ arr എന്നുള്ള മെട്രിക്സിനാണ് റീഷേപ്പ് ചെയ്യേണ്ടത്. ഏത് ഫോർമാറ്റിലേക്കാണ് മാറ്റേണ്ടത്? 3/2, അതായത് 3 റോയും 2 കോളവും. എന്നിട്ട് ആ a1നെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. റൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെയായി. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അതേ മെട്രിക്സ് തന്നെ കിട്ടി. അപ്പൊ ഇവിടെ ഒരു ഡൗട്ട് വരും. ഇവിടെ 1 2 3 4 5 6 എന്നാണ് എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് 1 2 പിന്നെ ഒരു റോ കഴിഞ്ഞിട്ട് പിന്നെ 3 4 5 6 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1 2 3 എന്ന് താഴേക്ക് എഴുതിയിട്ട് ഒരു കോളം ആദ്യം ഫില്ല് ചെയ്തിട്ട് 1 2 3 പിന്നെ 4 5 6 അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. 3/2 മെട്രിക്സ്. ഒരു 3/2 മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എലമെന്റ്സ് ഫില്ല് ചെയ്യാൻ രണ്ട് രീതികളുണ്ട്. ഒന്ന്, ആദ്യം റോ ഫില്ല് ചെയ്യുക, അതായത് 1 2. ഇവിടെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 1 2 പിന്നെ 3 4 5 6 അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഒരു കോളം ആദ്യം ഫില്ല് ചെയ്യാം. 1 2 3 4 5 6 അങ്ങനെ എഴുതാം. അങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം. ഡിഫോൾട്ട് ആയിട്ട് ഈ രീതിയിലാണ് പ്രിന്റ് ആവുക. അതായത് ആദ്യം റോ ഫില്ലാവും, പിന്നീട് കോളം ഫില്ലാവും. അങ്ങനെ രണ്ട് രീതിയിൽ ആ ഓർഡർ നമുക്ക് മാറ്റണമെങ്കിലാണ് നമ്മളിവിടെ ഓർഡർ CF എന്ന് കൊടുക്കുക. സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ലാംഗ്വേജിൽ, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണോ ഡിഫോൾട്ട് ആയിട്ടുള്ളത് അതാണ് സി. ഓർഡർ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേറൊരു ലാംഗ്വേജ്, ഫോർട്രാൻ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിൽ എങ്ങനെയാണോ ഡിഫോൾട്ട് ആയിട്ടുള്ളത് അങ്ങനെ പ്രിന്റ് ആകാനാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ 1 ഡയമെൻഷണൽ അറേ പ്രിന്റ് ചെയ്തു 1 2 3 4. പിന്നെ പ്രിന്റ് ചെയ്തത് ഈ സി കൊടുത്തത്. ഓർഡർ ഏത് ഓർഡറിലാണ്? സി ഓർഡറിലുള്ളത് അതാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. 1 2 3 4 5 6. എഫ് ഓർഡറിൽ കൊടുക്കുമ്പോൾ ആദ്യം കോളം ഫിൽ ആവും. 1 2 3 3 താഴേക്ക് പ്രിന്റ് ആവും. എന്നിട്ട് ആണ് അടുത്ത കോളം പ്രിന്റ് ആവുക 4 5 6. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റീഷേപ്പ് ചെയ്യാം. സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം റോ ആണ് ഫില്ലാവുക. എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കോളമാണ് ഫില്ലാവുക. ഇതാണ് റീഷേപ്പ്. ഇത് മനസ്സിലായോ? റീഷേപ്പ് ഏതെങ്കിലും എക്സാമ്പിൾ ചെയ്ത് നോക്കണോ? വേണം. ഇപ്പൊ ഇവിടെ ഞാൻ രണ്ട് എലമെന്റ് കൂടെ ആഡ് ചെയ്യുന്നു. 7, 8 കൂടെ ആഡ് ചെയ്യുന്നു.
എന്നിട്ട് ഇവിടെ 4 2 എന്ന് കൊടുക്കുന്നു. അതായത് 4 റോയും 2 കോളം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ റോ ഇൻറ്റു കോളം, അതായത് 4 ഇൻറ്റു 2ഉം ആദ്യത്തെ ഇതും തമ്മിലുള്ള ഇതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെയും ഈക്വൽ ആയിരിക്കണം. അതായത് ഇത് 4 ഇൻറ്റു 2 8 ആണ്. അപ്പോൾ 8 എലമെന്റ്സ് ഉണ്ടായിരിക്കണം നമ്മൾ റീഷേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അറേയിൽ, അല്ലെങ്കിൽ എറർ ആവും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 റോയും 2 കോളവും ഉള്ള മെട്രിക്സ് കിട്ടും. ഈ സി കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ആദ്യം റോ ആണ് ഫില്ലാവുക. അതായത് 1 2 3 4 5 6 7 8 അങ്ങനെ ഫില്ലാവും. എഫ് കൊടുക്കുമ്പോൾ എന്ത് പ്രിന്റ് ആവും? ആദ്യം കോളം ഫില്ലാവും. 1 2 3 4 പിന്നെ 5 6 7 8 ഇങ്ങനെ. സി കൊടുത്തില്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ പ്രിന്റ് ആവുക? സി കൊടുത്തില്ലെങ്കിലും ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ആയിരിക്കും പ്രിന്റ് ആവുക. ഒന്നും കൊടുത്തില്ലെങ്കിലും സി കൊടുക്കുന്ന പോലെ ആയിരിക്കും പ്രിന്റ് ആവുക. ഇത് നമുക്ക് ഒരു ലിസ്റ്റിനെ മാത്രമല്ല റീഷേപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സിനെ വേണമെങ്കിൽ റീഷേപ്പ് ചെയ്യാം. അതായത് ഇപ്പൊ A1 എന്ന മെട്രിക്സിനെ നമുക്ക് ഇത് ചെയ്യാം, റീഷേപ്പ് ചെയ്യാം. അതിന് ഇപ്പൊ A3 എന്നൊരു പുതിയ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നു. A3 ഈക്വൽ ടു np ഡോട്ട് റീഷേപ്പ് ബ്രാക്കറ്റിൽ ഏതിനെയാണ് റീഷേപ്പ് ചെയ്യാൻ പോകുന്നത്? A1 എന്ന ആ മെട്രിക്സിനെയാണ് റീഷേപ്പ് ചെയ്യാൻ പോകുന്നത്. ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ആക്കാം. അപ്പൊ ഇവിടെ ടോട്ടൽ 8 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 8 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് റോയും കോളും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ 4 ഇൻറ്റു 2 കൊടുക്കാം, 2 ഇൻറ്റു 4 കൊടുക്കാം, 8 ഇൻറ്റു 1 കൊടുക്കാം, 1 ഇൻറ്റു 8 കൊടുക്കാം. ഞാൻ 2 ഇൻറ്റു 4 കൊടുക്കാം. അപ്പൊ 2, 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ A1 എന്ന ഈ മെട്രിക്സിനെ 2 റോയും 4 കോളവും ഉള്ള പുതിയൊരു മെട്രിക്സ് ആയിട്ട് റീഷേപ്പ് ചെയ്യും. എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് A3. ഇതാണ് A1. അതിനെ റീഷേപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തിരിക്കണം ഇങ്ങനെ. 2 റോയും 3 കോളവും. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ റോ ആണ് ആദ്യം ഫില്ലായിരിക്കുന്നത്. ഫസ്റ്റ് റോ 1 2 3 4 എന്നിട്ടാണ് സെക്കൻഡ് റോ ഫില്ലായിരിക്കുന്നത്. ഇവിടെ ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും? ഇവിടെ നമുക്ക് ആദ്യം കോളം ഫില്ലാകണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് എന്ന് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കിട്ടും. ആദ്യം കോളമാണ് ഫില്ലായിരിക്കുന്നത്. ഓക്കെ, ഇതാണ് റീഷേപ്പ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കേൾക്കുന്നില്ല എനിക്ക് പറയുന്നത്. ഇല്ല സർ, ഡൗട്ട് ഇല്ല. ഓക്കെ. ഇതുവരെ നമ്മൾ അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു. അതുപോലെ സീറോസ് എന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മെട്രിക്സിലെ എലമെന്റ്സ് എല്ലാം സീറോസ് ആയിരിക്കും. അതായത് എല്ലാ എലമെന്റ്സും സീറോ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സീറോസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇമ്പോർട്ട് നമ്പർ എന്തായാലും ഇമ്പോർട്ട് ചെയ്യണം.
എന്നിട്ട് അതിലെ np.zeros5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 ലെങ്ത് ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. അതിലെ എല്ലാ എലമെന്റ്സിനും 0 ആയിരിക്കും വാല്യൂ. ഇങ്ങനെ 0 മാത്രമുള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ലെങ്ത് 5 ആയിരിക്കും. ഇനി ഇവിടെ ഫ്ലോട്ട് ആയിട്ടാണ് ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. 0 ഇവിടെ കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അത് ഇൻറ്റിജർ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ഈക്വൽ ടു ഇന്റ് എന്നും കൂടെ കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഡെസിമൽ പ്ലേസ് ഇല്ല. അതുപോലെ ഇവിടെ 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റോയും കോളവും ആയിട്ട് എടുക്കും. 2,1 എന്നാണെങ്കിൽ 2 റോയും ഒരു കോളവും ഉള്ള ഒരു മെട്രിക്സ്. അതിലെ എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. അത് ഇങ്ങനെയും കൊടുക്കാം. എസ് ഈക്വൽ ടു 2,2 അങ്ങനെ കൊടുത്തിട്ട് np.zeros s എന്നും കൊടുക്കാം. അതായത് ആ റോയും കോളവും സീറോസിനുള്ളിൽ എഴുതുന്നതിന് പകരം അതൊരു വേരിയബിളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് അത് കോൾ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ സീറോസ് പോലെ തന്നെ വൺസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് ഉള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ആവും. അതിലെ എല്ലാ എലമെന്റ്സും 1 ആയിരിക്കും. സീറോസ് പോലെ തന്നെയാണ് എലമെന്റ്സ് സീറോസിന് പകരം 1 ആയിരിക്കും. നമുക്ക് ചില കേസിൽ ഒരു മെട്രിക്സ് ആദ്യം ഇനിഷ്യലൈസ് ചെയ്യാൻ നമുക്ക് സീറോസ് മാത്രമുള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഡീഷൻ ആണെങ്കിൽ നമ്മൾ സീറോസ് ക്രിയേറ്റ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1 വെച്ചിട്ടുള്ള മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് റാൻഡമായിട്ട് കുറേ എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു മെട്രിക്സ് ഉണ്ട്, അതിലെ എലമെന്റ്സ് എല്ലാം കുറേ റാൻഡമായിട്ട് കുറേ നമ്പേഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് റാൻഡം മൊഡ്യൂൾ. അത് numpyക്കുള്ളിലുള്ള വേറൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം numpy ഇമ്പോർട്ട് റാൻഡം. numpy ഒരു വലിയ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആണ്, അതൊരു ലൈബ്രറിയാണ്. അതിൽ നിന്ന് റാൻഡം എന്ന ഒരു മൊഡ്യൂള് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അതിൽ ആ റാൻഡം എന്ന മൊഡ്യൂളിലുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ റാൻഡം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്. അതായത് കുറെ നമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ ഏത് വരും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുക. പക്ഷെ കമ്പ്യൂട്ടറിൽ ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് റാൻഡം നമ്പേഴ്സ് നിർമ്മിക്കുന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു കുറേ നമ്പേഴ്സിനെ ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നതിനെയാണ് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊരു അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റ് ആവുന്നത്. പക്ഷെ ആ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് സ്യൂഡോ റാൻഡം എന്ന് പറയുക. അതായത് ആ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ആ റാൻഡം നമ്പറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കോംപ്ലക്സ് ആണ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് റാൻഡം നമ്പറായിട്ട് തോന്നുകയും ചെയ്യും. അങ്ങനെ തോന്നുന്ന നമ്പേഴ്സിനെയാണ് സ്യൂഡോ റാൻഡം എന്ന് പറയുക. അതായത് കമ്പ്യൂട്ടറിൽ റാൻഡം നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം സ്യൂഡോ റാൻഡം ആയിരിക്കും. അതായത് അതൊരു അൽഗോരിതം ഉപയോഗിച്ചാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. അതൊരു അൽഗോരിതം ഉപയോഗിച്ചായതുകൊണ്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ റാൻഡം നമ്പേഴ്സ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ളതിനെയാണ് സ്യൂഡോ റാൻഡം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം സ്യൂഡോ റാൻഡം നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ ഇതിൽ ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ് റാൻഡം. അതിലുള്ള ഫങ്ഷൻസ് ആണ്, പല ഫങ്ഷൻസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിലൊരു ഫങ്ഷനാണിത്, റാൻഡ് ഇൻഡ്. റാൻഡ് ഇൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ റാൻഡം നമ്പറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു റാൻഡം എന്ന മൊഡ്യൂളിലെ റാൻഡ് ഇൻഡ് എന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിൽ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യും. അത് എക്സിലേക്ക് സേവ് ചെയ്യും. നമ്മളത് പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് റൺ ചെയ്യുമ്പോൾ 98 എന്നൊരു നമ്പർ റാൻഡമായിട്ട് പിക്ക് ചെയ്ത് വീണ്ടും റൺ ചെയ്യുമ്പോൾ വേറൊരു സംഖ്യ ആയിരിക്കും കിട്ടുക, 23.
വീണ്ടും റൺ ചെയ്യുമ്പോൾ വേറൊരു നമ്പർ ആയിരിക്കും. അത് 0യ്ക്കും 100നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് റാൻഡ് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റീജർ ആയിരിക്കും പ്രിന്റ് ആവുക. 0യ്ക്കും 100നും ഇടയിലുള്ള ഒരു ഇൻറ്റീജർ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. നമ്മൾ റാൻഡ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കും പ്രിന്റ് ആവുക. ഈ ബ്രാക്കറ്റിനുള്ളിൽ ഒരു നമ്പറും കൊടുത്തിട്ടില്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ 100 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 0യ്ക്കും 100നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും പ്രിന്റ് ആവുക. അതുപോലെ ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, റാൻഡ് എന്ന് മാത്രമാണ് കൊടുത്തതെങ്കിൽ 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും. ഇപ്പോൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 0യ്ക്കും 2നും ഇടയിലുള്ള നമ്പർ പ്രിന്റ് ചെയ്യും. ഈ കേസിൽ അത് ഇൻറ്റിജർ ആയിരിക്കില്ല, അതൊരു ഫ്ലോട്ട് ആയിരിക്കും. 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു ഡെസിമൽ നമ്പർ പ്രിന്റ് ചെയ്യും. വീണ്ടും വീണ്ടും റൺ ചെയ്യുമ്പോൾ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. ഇത് ഒരു നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം. അതുപോലെ നമുക്കൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം റാൻഡിൻ്റെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പർ മാത്രം, 0യ്ക്കും 100നും ഇടയിലുള്ള ഒരു നമ്പർ. പിന്നെ സൈസ് കൂടെ നമ്മൾ കൊടുക്കുകയാണ്. സൈസ് ഈക്വൽ ടു 3,5 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3 റോയും 4 കോളവും ഉള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ആവും. ആ മെട്രിക്സിലെ എലമെന്റ്സ് എല്ലാം 0യ്ക്കും 100നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു റാൻഡമായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും. ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും, അതിലെ എലമെന്റ്സ് എല്ലാം 0യ്ക്കും 100നും ഇടയിലാണ്, അതെല്ലാം റാൻഡമായിട്ട് പിക്ക് ചെയ്തതായിരിക്കും. വീണ്ടും റൺ ചെയ്താൽ വേറൊരു മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇൻറ്റിജർ അല്ലാതെ നമുക്ക് റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കാം, അപ്പോൾ ഡെസിമൽ ആയിരിക്കും കിട്ടുക. ഇതാണ് റാൻഡം മൊഡ്യൂൾ. നമുക്ക് റാൻഡമായിട്ട് കുറേ നമ്പേഴ്സ് ഉള്ള ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ ഒരു റേഞ്ചിൽ നിന്ന് നമ്പേഴ്സ് പിക്ക് ചെയ്ത് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് ഒരു റേഞ്ചിൽ നിന്നല്ല നമ്പേഴ്സ് പിക്ക് ചെയ്യേണ്ടത്, നമ്മൾ കുറേ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചോയ്സ് എന്ന ഇത് കൊടുക്കുന്നത്. ചോയ്സ് എന്ന ഫംഗ്ഷൻ. അതായത് നമ്മൾ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ റാൻഡമായിട്ട് പിക്ക് ചെയ്ത് കാണിക്കും. കണ്ടോ, ഇപ്പം 3, 5, 7, 9 എന്നുള്ളൊരു ലിസ്റ്റ് കൊടുത്തു. അത് റൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് പ്രിന്റ് ചെയ്യും. 7 എന്ന് ആദ്യം പ്രിൻ്റായി, 5 ഏതെങ്കിലും ഒരു നമ്പർ റാൻഡമായിട്ട് പ്രിന്റ് ആവും. വീണ്ടും വീണ്ടും 5 വരുന്നത് ഇത് ഈ ലിസ്റ്റ് വളരെ ചെറുതായതുകൊണ്ടാണ്. വലിയൊരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി മാറി പ്രിന്റ് ആവും. അതുപോലെ തന്നെ ഈ ചോയ്സ് ഉപയോഗിച്ച് നമുക്കൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. 3, 5, 7, 9 ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയും പറ്റും. ഇതാണ് റാൻഡമായിട്ടുള്ളൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. റാൻഡമായിട്ടുള്ള മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സ്, അതിലെ എലമെന്റ്സ് എല്ലാം റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്ത കുറേ നമ്പേഴ്സ് ആയിരിക്കും. അത് നമുക്ക് ഒരു റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ റേഞ്ചിനുള്ളിലെ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും. അത് ഇൻറ്റീജർ ആകാം, ഡെസിമൽ ആകാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്ത് നമ്പേഴ്സ് വെച്ചിട്ടുള്ള മെട്രിക്സും ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് മെട്രിക്സ് ക്രിയേഷൻസ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഒരു മെട്രിക്സ് നമ്മൾ വേറൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്യാനും പറ്റും. അതിനുപയോഗിക്കുന്നതാണ് ഇത് arr.copy. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് ഉണ്ട്, arr എന്നൊരു മെട്രിക്സ് ലിസ്റ്റിനെ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ കോപ്പി ചെയ്ത് എക്സിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് മാറ്റി 42 എന്നാക്കി. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണിത്. അതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് മാറ്റി 1 മാറ്റിയിട്ട് 42 ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പല രീതികൾ. എങ്ങനെയാണ്? ഒന്ന്, ലിസ്റ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. 2, arrange എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ linspace ഉപയോഗിക്കാം, അല്ലെങ്കിൽ റാൻഡം മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് റാൻഡം നമ്പേഴ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു മെട്രിക്സ് വേറൊരു വേരിയബിളിലേക്ക് കോപ്പി ചെയ്ത് പുതിയൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പല വഴികൾ. ഇത് ഇത്രയും ഒരുമിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓർമ്മ നിൽക്കില്ലായിരിക്കും. അത് എഴുതി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നോക്കിയാൽ മതി. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട പല രീതികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നാമത്തെ രീതി, രണ്ടാമത്തെ രീതി അങ്ങനെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല.
ഇത് NumPy ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രം ഇതൊന്ന് റെഫർ ചെയ്താൽ മതി. അല്ലെങ്കിൽ അപ്പോൾ ഒരു ചെറുതായിട്ട് ഇത് എങ്ങനെ പലതരം ഉണ്ട് എന്നൊന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. അത് ഇത് കാണാതെ പഠിച്ചു വെക്കണ്ട. ഇങ്ങനെ പല രീതികൾ, ടൈപ്സ് ഓഫ് ക്രിയേറ്റിംഗ് എ മെട്രിക്സ് എന്നോ വേസ് ഓഫ് ക്രിയേറ്റിംഗ് എ മെട്രിക്സ് എന്ന് വെച്ച് ഇങ്ങനെ കാണാൻ പഠിച്ചു വെക്കണ്ട. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഞാൻ വേറൊരു ലിങ്ക് അയച്ചു തരാം.